ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ റീഡിങ്ങിൽ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെയും ചാംസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പുകളുടെ ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇതാണ് ഗ്രൂപ്പ് 1-നുള്ള ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കി ഉള്ളതിനെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മെസ്സേജുകളും നിർദ്ദേശങ്ങളും ഒരാൾക്ക് തന്നെ ഉള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കളക്റ്റീവ് റീഡിങ്സ് കാണുന്നതിനായിട്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ച് ഉണ്ടാകാൻ പോകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും. അപ്പോൾ അവർ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ ആ ആദ്യ കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് കൊണ്ടുവരപ്പെട്ടുള്ള കളക്റ്റീവ്സിനെ അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും. ഗ്രൂപ്പ് കൊണ്ടുവരപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും. ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും. ഓക്കെ, ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെയധികം ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്ത് നടക്കുന്നു, എന്താണ് ഇനി വേണ്ടത്, എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിനെയും സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി അവർക്കുണ്ട്. ആ ക്ലാരിറ്റി നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലും. ഓക്കെ, അവർക്ക് ആവശ്യമായ ആ ഒരു ക്ലാരിറ്റി അവരത് കണ്ടെത്തുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്, ഓരോ കാര്യത്തിലും ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ അത് വളരെ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് കൺവേ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, മനസ്സിലൊന്നു വെച്ച് പുറത്ത് വേറൊരു തരത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. അവർക്ക് എന്താണോ പറയാനുള്ളത്, അവർക്ക് എന്താണോ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, അത് വളരെ ഓപ്പണായിട്ട് അവരുടെ ബിഹേവിയറിലും അവരുടെ സംസാരത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ, അവർ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവർക്ക് ആ വ്യക്തിയോട് അധികം താല്പര്യമില്ലെങ്കിൽ അവരതനുസരിച്ച് ഡിസ്റ്റൻസ് ഇട്ട് വളരെ ഫോമലായിട്ടാണ് നിൽക്കുക. അത് എത്ര ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര എടുക്കാൻ ശ്രമിച്ചാലും ഇവർ സമ്മതിക്കില്ല, കാരണം ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. ഓക്കെ, പക്ഷെ എന്നാൽ റൂഡായിട്ടോ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടൊന്നും അല്ല സംസാരിക്കുക. അതേസമയം ആ ഒരു താല്പര്യമില്ലായ്മ അവർ വളരെ മാന്യമായ രീതിയിൽ തന്നെ കൺവേ ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ വളരെയധികം ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട്, ഭാഗ്യം വളരെയധികം തുണയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. വളരെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു വ്യക്തി, എന്തൊരു കാര്യത്തിലും ശരിയാണ്, അവരുടേതായ അവർ ആക്ഷൻസ് എടുക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഭാഗ്യത്തിൻ്റെ ഒരു കളിയും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ അത് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളായിരിക്കില്ല. എന്നിരുന്നാലും മാറ്റങ്ങൾ എങ്ങനെയാണെങ്കിലും അതേ തരത്തിലാണെങ്കിലും ഏത് സമയത്ത് വന്നാലും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. അതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇംപ്രഷൻ. ഓക്കെ, ആ ഒരു മാറ്റത്തിന് അവരൊരു തരത്തിൽ എതിരല്ല. മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അനിവാര്യമായ സമയത്ത് തന്നെയാണ് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും കൃത്യമായി അറിയുന്ന ഒരാളായതുകൊണ്ട് വരുന്ന മാറ്റങ്ങളെ പൂർണ്ണ മനസ്സോട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അവരെ ഒരു ഹീലിംഗ് നടന്നതായിട്ട്, അവരിലൊരു ഹീലിംഗ് നടന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതായത് അവർക്ക് ഒരുപാട് അവരെക്കുറിച്ച് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അവരെ കൊണ്ട് ഇന്നത് സാധിക്കില്ല, ഇങ്ങനെ സാധിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ബിലീഫ്സ് ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് അവരൊരു എന്താ പറയുക ബിഹേവിയർ, അവർ ആ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ബിഫോർ ആഫ്റ്റർ വേർഷൻ അവർക്ക് ഉണ്ടാവും. കുറച്ച് നാൾ മുന്നേ വരെയുള്ള അവരൊരു വേർഷൻ ആയിരിക്കില്ല നിങ്ങൾ പരിചയപ്പെടുമ്പോൾ. പക്ഷെ എന്നാൽ അവരുടെ സംസാരത്തിൽ എപ്പോഴെങ്കിലും അവരിങ്ങനെ കുറച്ചാൾ മുന്നേ വരെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറയും. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ അവർ ഹീൽ ചെയ്യുന്നതിന് മുൻപുള്ള വേർഷനാണ്. പക്ഷെ നിങ്ങളെ പരിചയപ്പെടുമ്പോഴേക്കും അതൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവർ ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് സ്ട്രെങ്ത് ഉള്ളത്, അവർക്ക് സ്കില്ലുള്ളത്, എന്തിലൊക്കെയാണ് അവരുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അതങ്ങനെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതാണ് എൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുകയല്ല, ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം അതിന് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും അവരെന്ത് ചെയ്യില്ല, ടോളറേറ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യാനായിട്ടും ഒരു ബെറ്റർ വേർഷൻ ആകുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ കണ്ടെത്തുന്നു, അതിന് വേണ്ടുന്ന ഹീലിംഗ്, അതിന് വേണ്ടുന്ന അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ആ ഒരു വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ. അത് നിങ്ങൾക്ക് അവരായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, പിന്നെ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയി എടുക്കുന്ന ഒരാൾ, ജീവിതത്തിലെ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പം അതൊരു തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു പെരിഫറലായി തോന്നുന്ന ഒരു അട്രാക്ഷന്റെ പുറത്തോ ഒന്നും ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങളുടെ ജീവിത പങ്കാളി. അവരെ സംബന്ധിച്ച് വിവാഹം, കുടുംബം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പം അതിലൊന്നും ഒരു എന്താ പറയുക ഒരു വികാരത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അതിന് ആവശ്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ മേഖലയെ ഫേസ് ചെയ്യുന്ന, അതിലുണ്ടാകുന്ന കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഒരു ലെവൽ ഓഫ് മെച്ചൂരിറ്റി അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, clarify the 5 of swords. പിന്നെ ഒരു കാര്യം കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതായത് അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോഴും അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓക്കെ സ്ട്രെസ്ഡ് ആകുക, ആൻഷ്യസ് ആകാം. അപ്പം ആ ആൻസൈറ്റിയുടെ പുറത്ത് എന്തെങ്കിലും ആ ആൻസൈറ്റി വളരെ ഒരു പീക്കിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേയൊക്കെ അവർ ട്രിഗേർഡ് ആവാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ആദ്യം ഒരു ആൻസൈറ്റിയാണ് അവരിൽ ഉണ്ടാക്കുന്നത്, പിന്നെ അവിടെ നിന്ന് അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രിഗേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവർ ട്രിഗേർഡ് ആകുന്നുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോഴൊക്കെ അവർ ട്രിഗേർഡ് ആകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞുകുട്ടിയെ പോലെ പെട്ടെന്ന് ഓവർവെൽംഡ് ആവാന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യമാവില്ല പുറത്തേക്ക് പറഞ്ഞു വരുമ്പോൾ. ഓക്കെ, ആൾ പറയാൻ ഉദ്ദേശിച്ചതാവില്ല പറഞ്ഞു വരുമ്പോൾ. പക്ഷെ അതങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഫ്ലസ്റ്റേർഡ്, അതാണ് കറക്റ്റ് വേർഡ്. ഓക്കെ, അപ്പോൾ ഫ്ലസ്റ്റേർഡ് ആകാന്ന് പറയില്ലേ, അങ്ങനെ ഇപ്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഞാൻ പറഞ്ഞ് ശരിയാവോ അല്ലെങ്കിൽ ഞാൻ ശരിയാവോ അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതിലങ്ങനെ അവർ ചിലപ്പോൾ ഫ്ലസ്റ്റേർഡ് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവില്ല പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു ഓക്വേർഡ് മൊമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് അവർക്ക്, നിങ്ങൾക്കെന്നല്ല അവർക്കാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു കുഞ്ഞുകുട്ടീനെ എന്നുള്ള പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അവരുടെ ആ ഒരു ഓക്വേർഡ് ആകുമ്പോൾ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളത് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് കേൾക്കുന്നത്. ഓക്കെ, ആ ഒരു മൊമെന്റ് ഞാനവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ ടവർ. താങ്ക് യു. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ചില
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ്, ഷിഫ്റ്റ്സ് അവരുടെ ലൈഫിൽ വന്നിട്ട് അവരുടെ ജീവിതത്തെ മൊത്തം തന്നെ തകിടം മറിച്ചിട്ടുള്ള ഷിഫ്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുമ്പോഴും, എത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള മാറ്റങ്ങളോ ഷിഫ്റ്റോ ഒക്കെ സംഭവിക്കും, എല്ലാത്തിനെയും ഒറ്റയ്ക്ക് നേരിട്ടിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഒരു ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു ടേം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അത്രയും ഇൻഡിപെൻഡൻ്റ് ആണ് അവർ. കാരണം അവരുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങളും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് അതിലവർ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അവർ വേറൊരാളിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അവർക്കത് ശീലമില്ല, എല്ലാം തന്നെ ചെയ്തിട്ടാണ് ശീലം. അപ്പം അങ്ങനെയാകുമ്പോൾ അവരെപ്പോഴും ആ ഒരു ഇൻഡിപെൻഡൻസ് അവരിൽ എപ്പോഴും അതൊരു ഡിഫോൾട്ട് ഓപ്ഷൻ പോലെയാണ്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും സ്വയം, ഏത് കാര്യങ്ങൾ, എന്ത് പ്രശ്നം, അത് ചിലപ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണ്, ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം, ആ ഒരു മാറ്റത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വഴിയും കണ്ടെത്തുന്നത് അവർ തന്നെയാണ്. അവരവിടെ എന്താ പറയണ്ടേ, അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നില്ല. ഓക്കെ, അവരുടെ മനസ്സിന് അത്രയും ധൈര്യമുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു മാറ്റം, ഒരു ടവർ മൊമെന്റ് ആണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കില്ല. പക്ഷെ അങ്ങനത്തെ സമയങ്ങളിലും പതറാതെ, ടെൻസ്ഡ് ആകാതെ, എന്താ പറയുക, തകർന്നു പോവാതെ ആ ഒരു സിറ്റുവേഷന് കൃത്യമായി അനലൈസ് ചെയ്ത് അതിലൂടെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കി ആ ഒരു അവരുടെ ഇന്നർ ഗൈഡൻസിനെ ഫോളോ ചെയ്ത് അവർ ആ ഒരു ചേഞ്ചിലൂടെ നാവിഗേറ്റ് ചെയ്യുന്ന, ആ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഓക്കെ, വളരെ മനസ്സിന്റെ എന്താ പറയണ്ടേ, മനസ്സിന് അത്രയും ഉറപ്പുള്ള ഒരാളാണ്, അത്രയും ധൈര്യമുള്ള ഒരാളാണ്. ആ ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ അവർക്ക് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിലൂടെ അവർക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും, ഈ മാറ്റത്തിനെ അവരുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പും ഒരു വിശ്വാസവും അവർക്കുണ്ട്. കൂടുതലും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ഒരു ഇൻട്രോവേർട്ട് എനർജി കിട്ടുന്നു ഒറ്റയ്ക്ക്. അതായത് ഇപ്പം അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എപ്പോഴും ഫ്രണ്ട്സ് വേണ്ട അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ. ഓക്കെ, അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ അവർ ഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ യെസ് അത് ഇഷ്ടമാണ്, എന്നാൽ ഫ്രണ്ട്സ് എപ്പോഴും വേണമെന്നില്ല. ചിലർക്കുണ്ടല്ലോ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. അങ്ങനെയൊന്നുമല്ല, അവർക്ക് ഫ്രണ്ട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ അല്ലാതെ തന്നെ ഒറ്റയ്ക്ക്, കാരണം കുറേ സന്ദർഭങ്ങളിലൂടെ ഒറ്റയ്ക്ക് കടന്നു പോയതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ കൂട്ടം അവർ തന്നെയാണ്. ഓക്കെ, ഒരു ഇന്നസെൻസ് ഉണ്ട് അവരിൽ. അതെനിക്കത് നേരത്തെയും കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓക്വേർഡ് മൊമെന്റ് ഉണ്ടാകുമ്പോൾ അവരുടെ ആ റിയാക്ഷൻ നിങ്ങൾക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നും. ഒരു എൻഡിയറിങ് എന്നൊക്കെ പറയില്ല, വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു ഇന്നസെൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ അവരുടെ. ഓക്കെ, അത് ചിലപ്പോൾ അവർ അത്രയും കാണിക്കുന്ന ഒരാളായിരിക്കില്ല പുറത്തേക്ക്, പക്ഷെ അവർ ആ ഇന്നസെൻസ് നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടുക, ഒരു ചെറിയ രീതിയിലേക്ക് നിങ്ങളത് കാണുക. അപ്പോൾ അവർക്ക് ആ ഒരു ലെവൽ ഓഫ് ഇന്നസെൻസ് അവരിലുണ്ട് എപ്പോഴും. അത് നിഷ്കളങ്കതയുണ്ട്. അത് പിന്നെ എന്താ പറയണ്ടേ, അവരുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയാണ്. അത് വളരെ നിഷ്കളങ്കതയുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും ഉണ്ട്. അവർ എത്ര സീരിയസ്, എത്ര വളർന്നു എന്നല്ല, ആ കുട്ടി അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ചില സന്ദർഭങ്ങൾ ശരിക്കും അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ്, ആ ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു ഇന്നർ ചൈൽഡ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു ചൈൽഡ് സൈഡ്, ആ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള സൈഡിനെ പുറത്തു കൊണ്ടുവരും വളരെ റയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാം. ഓക്കെ, അതായത് അവരെപ്പോഴും അവരെ തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരിക്കലും അവര് എന്താ പറയാ, മറ്റൊരാൾ അവരെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുകയാണ്, അവരെ ഇൻസൾട്ട് ചെയ്യാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരതിന് നിന്ന് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ഏറ്റവും പ്രാധാന്യം അവരുടെ മനസ്സിന്റെ സമാധാനം, അവരുടെ മനസ്സിന്റെ സന്തോഷം, പിന്നെ അവരുടെ ഒരു ഡിഗ്നിറ്റി, അതിനൊക്കെ അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ആരെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക, അതിനൊരു ക്ഷതമേൽപ്പിക്കാൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുണ്ടല്ലേ, അവർ കൃത്യമായ ബൗണ്ടറി അവിടെ കീപ്പ് ചെയ്യും. അവർക്ക് അതിലൊരു വിഷമമൊന്നുമില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, പറയേണ്ട കാര്യങ്ങൾ പറയുന്നത് പോലെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഒബ്വിയസ്ലി അവർ അങ്ങനെയാണ് സംസാരിക്കുക. പിന്നെ അകറ്റി നിർത്തേണ്ടവർക്ക് യാതൊരു മടിയില്ല. പീപ്പിൾ പ്ലീസറേ അല്ല. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നൊരു പരിധി വിട്ടിട്ടൊന്നും അവർ കൺസേൺഡേ അല്ല. അവർ ആ എക്സ്റ്റേണൽ വാലിഡേഷനിൽ ഒരിക്കലും അവരതിന് വില കൊടുക്കുന്നത് പോലും ഇല്ല. കാരണം അവർക്ക് ഒരു കാര്യം അവർ ഉറപ്പുവരുത്തുന്നത്, അവരുടെ ലൈഫിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്ത് നേടിയെടുക്കുമ്പോഴും അതിൽ മറ്റൊരാൾക്കൊരു വേദന, ഒരു തരത്തിലും ഒരു വേദനയോ, മറ്റൊരാൾ ഒരു തരത്തിലും ഒരു എന്താ പറയണ്ടേ, അൺകംഫർട്ടബിൾ അല്ലെങ്കിൽ അവർക്ക് ലെസ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആക്കുന്നില്ല, അറിഞ്ഞോ അറിയാതെയോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് അവർ. അത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അവരെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു സമാധാനം, സന്തോഷം, അവരുടെ ഡിഗ്നിറ്റി, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. എന്തൊരു കാര്യവും ഞാൻ പറഞ്ഞു നേരത്തെ, പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടായാൽ പോലും ആ മാറ്റങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്കൊരു ധൈര്യമുണ്ട്.
അവിടെ മനസ്സിന്റെ ആ ഒരു മനസ്സ് പതറിപ്പോവാതെ ഓക്കെ വളരെ ധൈര്യത്തോടെ വളരെ സമാധാനത്തോടെ ഇരുന്ന് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും തളർന്നു പോകുന്ന ഒരാളൊന്നുമല്ല. പിന്നെ അതുപോലെ യാത്രകൾ ഇഷ്ടമാണ് അവർക്ക്. ഒരുപാട് യാത്രകൾ ചെയ്യാനും മറ്റുള്ള നാടിനെ കുറിച്ച് അറിയാനും മറ്റുള്ളവരെ കുറിച്ച് അറിയാനും ഒക്കെ അത് ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ യാത്രകൾക്ക് പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. മറ്റുള്ള നാടുകൾ, അവരുടെ രീതികൾ, അവരുടെ ഒരു സംസ്കാരം അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു യാത്രയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിലും മുന്നോട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് എത്ര ഫേവറബിൾ അല്ലാത്ത അവസ്ഥയിൽ നിന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കുറേ സന്ദർഭങ്ങളിലൂടെ എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന് അപ്പോഴൊക്കെ കൈവിടാതെ അങ്ങനെ വളരെ ഉറപ്പുള്ള ഒരു വിശ്വാസം ഉണ്ട് അവർക്ക് അവരെ കുറിച്ച് തന്നെ. ആ ആത്മവിശ്വാസം കാലങ്ങളായിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് എത്ര ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്ന് പുറത്ത് കടക്കാനും മുന്നോട്ട് പോകാനും ഒരു ആത്മവിശ്വാസം അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ഓരോ സന്ദർഭങ്ങളിലും ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരാം അല്ലെങ്കിൽ സങ്കടം വരാം, അല്ലെങ്കിൽ ഒരുമാതിരി ഇറിറ്റേറ്റഡ് ആകാം. പക്ഷെ അതൊന്നും ഇങ്ങനെ അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യില്ല. എവിടെ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചില ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തൊരു സന്ദർഭമാണ് എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ പോലെ അത് എന്ന് വെച്ച് എന്തും സഹിച്ച് നിൽക്കും എന്നല്ല. ഡിസ്റ്റൻസ് ഇടേണ്ടടുത്ത് ഡിസ്റ്റൻസ് ഇടും, ബൗണ്ടറി ഇടേണ്ടടുത്ത് ബൗണ്ടറി ഇടും. പക്ഷെ ദേഷ്യം വരുന്ന വെച്ചിട്ട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുക. വളരെ സംയമനത്തോടെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു വാരിയർ ആണ്. അത് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവരെ ഒരു തരത്തിലും അവർക്ക് എന്താ പറയാ അവരെ എഫക്ട് ചെയ്യില്ല. എന്തോരം ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതൊക്കെ അവരെ ഫേസ് ചെയ്യുകയും ചെയ്യും. അതിൽ നിന്നെല്ലാം വളരെ വിജയകരമായിട്ട് പുറത്ത് കിടക്കുകയും ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊക്കെ മറികടക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ക്ഷമയുണ്ട്. ഓക്കെ, അവർക്ക് പെട്ടെന്ന് ഈ തടസ്സങ്ങളൊന്നും പെട്ടെന്ന് ഇവിടെ ചിലപ്പോൾ മറികടക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കാലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരാം. എന്ന് വെച്ചിട്ട് ആ സ്വപ്നത്തിനെ വിട്ടുകളയാനോ ആ ലക്ഷ്യത്തിനെ വിട്ടുകളയാനോ ഒന്നും അവർ തയ്യാറാവില്ല. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയണ്ടേ തീ എന്ന് പറയില്ലേ നമ്മൾ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ ഊർജ്ജം നൽകുന്ന ഒരു എനർജി ഉണ്ട്. അതും കെട്ടുപോവില്ല. അവരത് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. എത്ര കാലം എടുത്താലും അവരാ ചാലഞ്ച് മറികടന്ന് ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മറികടന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെത്തിയിരിക്കും. അത്രയും ഒരു ഇന്നർ സ്ട്രെങ്ത് വളരെ വളരെ കൂടുതലായിട്ടുള്ള ഒരാളാണ്. കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അവരുടെ ആ ഒരു അപ്പിയറൻസ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ അവരവരെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി, അവരുടെ സംസാര രീതി, അവരുടെ പെരുമാറ്റം വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് 8 ഓഫ് വാൺസും ക്യൂൺ ഓഫ് വാൺസും ആണ് കിട്ടിയിരിക്കണേ. ഏതൊരു സ്ഥലത്ത് പോയാലും എല്ലാവരുടെ ശ്രദ്ധ വളരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഏതൊരു സ്ഥലത്ത് പോയാലും അതിനുവേണ്ടി അവർ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആളുകൾ അവരെന്തായാലും ഡെഫിനറ്റ്ലി നോട്ട് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് അവരുടെ ഒരു ക്യാരക്ടർ. ഇപ്പോൾ അവരൊരുപാട് സംസാരിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ അവരുടെ എനർജി വളരെ മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്താലും അവരുടെ അടുത്തേക്ക് ആളുകൾ വരും സംസാരിക്കാനും അവരായിട്ടൊന്ന് കണക്ഷൻ ബിൽഡ് ചെയ്യാനും ഒക്കെ. ചിലപ്പോൾ ഒരു അത്യാവശ്യം കരിയർ വൈസ് അത്യാവശ്യം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു എന്താ പറയേണ്ട ഒരു സ്ഥാനം ഉണ്ടാവും അവരുടെ കരിയർ, അവരേത് മേഖലയിലാണോ ആ ഒരു മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ലീഡർഷിപ്പ് എനർജി ഉണ്ട്, നാച്ചുറൽ ഒരു ലീഡർ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു എനർജിയും അവരുടെ ആ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഓറ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പം അവരൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടോ ഒരുപാട് സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. അവരൊരു സിറ്റുവേഷൻ ഒരു ഒക്കേഷൻ നടക്കുകയാണ്, ഒരു റൂമിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അവരെ ശ്രദ്ധിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ. അവർ ഏത് ഒക്കേഷനിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അതനുസരിച്ചിട്ടാണ് അവർ ഡ്രസ്സ് ചെയ്യുന്നതും അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതും. അതൊക്കെ ഈ പറയുന്ന അവരെ ഒരു അട്രാക്റ്റീവ് ആക്കുന്നതിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ ലോയലാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ,
വിശ്വസിക്കാൻ നിങ്ങൾക്ക് കണ്ണടച്ച് അങ്ങനത്തെ ഒരാളാണ്. ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ്, അവർക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരും ഈ പറഞ്ഞ പോലെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ, ഡിസ്ലോയൽ ആയിട്ടുള്ള ആളുകളെ ഒന്നും അവരൊരിക്കലും ഒരു കാരണവശാലും അവർക്ക് സെക്കൻഡ് ചാൻസസ് കൊടുക്കില്ല. ഓക്കെ, ഒരിക്കലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് പിന്നെ ആ വ്യക്തിയെ വീണ്ടും വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സെക്കൻഡ് ചാൻസസ് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം അവർ വളരെ ലോയലാണ്, അവർ വളരെ ഫെയ്ത്ത്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ഉള്ളിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫെയ്ത്ത്ഫുൾ ആകാം എങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആയിക്കൂടാ? അത് നമ്മുടെ ചോയ്സ് ആണ്. ഫെയ്ത്ത്ഫുൾ ആകുന്നതും അല്ലാതെ ഇരിക്കുന്നതും നമ്മുടെ ചോയ്സ് ആണ്. അല്ലാതെ അതൊരു എക്സ്റ്റേണൽ ഫാക്ടറിന്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടറിന് ഇൻഫ്ലുവൻസ് കൊണ്ടോ സംഭവിക്കുന്നതല്ല. നമ്മുടെ ചോയ്സ് ആണ് വിശ്വാസത മെയിൻറ്റെയിൻ ചെയ്യുന്നതും വിശ്വാസ വഞ്ചന കാണിക്കുന്നതും എന്നുള്ള ഒരു പോളിസിയാണ് അവരുടേത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, എന്തെങ്കിലും തരത്തിൽ അവരെ വഞ്ചിച്ചിട്ടുള്ള ആളുകളെ ഒരിക്കലും പിന്നെ അവരുടെ ലൈഫിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കില്ല. അവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പറയുക, വളരെ ഒരു അബണ്ടന്റ് എനർജി, ഞാൻ പറഞ്ഞില്ല, ഒരു ഗുഡ് ലക്ക് എനർജി, ഭാഗ്യം ഒരുപാട് തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. പിന്നെ അവരുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനും എല്ലാം കൊണ്ടും ഒരു വളരെ അബണ്ടൻസ് അവർക്ക് ഉണ്ടായിരിക്കും എപ്പോഴും. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വളരെ അത്യാവശ്യം റിച്ച് ആയിരിക്കാം, സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരാളായിരിക്കും. പിന്നെ അവരുടെ ഒരു നേച്ചർ, ഓക്കെ, അവർക്ക് ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് അവരിൽ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഭയങ്കര കെയറിങ്ങും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ തന്നെയാണ് അവരെ ഫോക്കസ് ആയിരിക്കുക, അല്ലാതെ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ എന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊന്നുമല്ല. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എവിടെയാണോ അവരായിരിക്കുന്നത് അവിടെ ഫുൾ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അത് അപ്പൊ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതൊരു വളരെയധികം എന്താ പറയാ, അത് അവരുടെ ആ ഒരു എഫേർട്ടിനെ, അവരുടെ ആ ഒരു എനർജിനെ, അവരുടെ പ്രസൻസിനെ മാനിക്കുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ അതൊരു അങ്ങനത്തെ ഒരു പെരുമാറ്റമാണത്. അതാണ് അവർക്ക് ഉണ്ടാവുക, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടായിരിക്കുക. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഫുൾ ടൈം അവർ നിങ്ങൾ തന്നെയായിരിക്കും ഫോക്കസ് ആയിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും ഇടയിൽ സംസാരിക്കാൻ വന്നാലും ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ കോൺവെർസേഷൻ നടത്തിയിട്ട് പിന്നെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് കാണുന്നു. അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് അവരുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും, നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ അത് നിങ്ങൾ ശരിക്കും അത് ഫോക്കസ് ചെയ്യണം, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കാണുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അവർ തരുന്ന സജഷൻസും ഒക്കെ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോൾ അത് അവർ തരുന്ന ഒരു അഡ്വൈസും വളരെ വാല്യുബിൾ ആണ്, സജഷൻസ് ഒരു വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് കാണാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അവർ നിറഞ്ഞ മനസ്സോട് സ്വീകരിക്കുന്ന ഒരാളാണ്. ആ കിട്ടുന്നതിൽ തൃപ്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഓക്കെ, പോരാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. കിട്ടുന്നതിൽ വളരെ തൃപ്തി കാണിക്കുന്ന ഒരാളാണ്. ഇതിനുവേണ്ടി ഈശ്വരനോട് നന്ദി പറയുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഓട്ടോമാറ്റിക്കലി പോകുന്ന ഒരാളായതുകൊണ്ടാണ് അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ അബണ്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം അവരെ ഒരിക്കലും ഇതെനിക്ക് പോരാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അവരതിൽ വളരെ ഹാപ്പിയാണ്. അവരുടെ ലൈഫിൽ നടക്കുന്ന അവർക്ക് ലഭിക്കുന്ന ചെറിയ വലിയ അനുഗ്രഹങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നത്, വലിയ ആഗ്രഹമാണെങ്കിലും ചെറിയ ആഗ്രഹമാണെങ്കിലും നടക്കുമ്പോൾ അതിൽ അകമറിഞ്ഞ് സന്തോഷിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈശ്വരനോട് നന്ദി പറയുക. ആ ഒരു ക്യാരക്ടർ അവരിലെ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ അവർക്ക് തൃപ്തി തരുന്ന, അവർക്ക് ഫുൾഫിൽമെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് അവരുടെ എനർജി. വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, വളരെ പേഷ്യൻ്റ് ആണ്. മാത്രമല്ല അവർക്ക് മറ്റുള്ളവരെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളാണ്. റോൾ മോഡലായിട്ട് പെട്ടെന്ന് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും. അപ്പം നിങ്ങളെയും അവർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ചില വ്യൂസ്, ഈ പറഞ്ഞ പോലെ അവർ തരുന്ന ചില സജഷൻസ്, അഡ്വൈസസ് നിങ്ങളത് ഫോളോ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഈസിലി പോസിറ്റീവായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റുള്ളവരിൽ ഒരു ഗുഡ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നിനും ഒരു അനാവശ്യമായ ധൃതിയൊന്നും കാണിക്കുന്ന ഒരാളല്ല. ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഫ്ലസ്റ്റേർഡ് ആകുമ്പോൾ ചില ഓക്വേർഡ് സിറ്റുവേഷൻസ് ഒക്കെ സംഭവിക്കുന്നത്, പക്ഷെ വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ജനറലി അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള, വളരെയധികം എന്താ പറയണ്ടേ, അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. എന്ന് പറയുന്നത് ഒരു സ്വസ്ഥതയും സമാധാനമാണ് അവരുടെ ലൈഫിൽ അവരെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് ഒരുപാട് എന്താ പറയണ്ടേ, അറ്റൻഷൻ ഒരുപാട് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
ഒരുപാട് പേരോട് ഒരേ സമയം ഇങ്ങനെ കുറേ സംസാരിക്കുക അങ്ങനെയൊന്നും താല്പര്യമുള്ള ഒരാളല്ല. കുറച്ച് സമാധാനമുള്ള ഒരു ഏതൊരു സിറ്റുവേഷൻ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും സമാധാനത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ലെസ് ഇൻട്രാക്ഷനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്ലൂസ് ആണ് അവർക്ക് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, ഞാൻ ഈ കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നമുക്ക് 2 ആൽഫബറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, IN. അപ്പോൾ ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ വിൻ്റർ സീസൺ കിട്ടിയിട്ടുണ്ട്. വിൻ്റർ സീസൺ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട്. അവരുടെ പിറന്നാൾ മാസം മാർച്ച് മാസം ആയിരിക്കാം. പിന്നെ സ്കോർപിയോ കാപ്രിക്കോൺ പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടാകാം. പിന്നെ വീക്ക് ഡേയ്സാണ് കിട്ടിയിരിക്കുന്നത്, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, ശനി. ഇതിലേതെങ്കിലും ഒരു ദിവസം അവർ ജനിച്ച ദിവസമായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങൾക്കും അവർക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 19, 3, 5, 8, 17, 27. ഇതിലേതെങ്കിലും അവരുടെ ജനന തീയതി ആകാനും സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീഡിംഗ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? Clarify the 4 of Pentacles. Okay. ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ നിങ്ങൾ അവരിൽ ആദ്യമേ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ തന്നെ നിങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അവർ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. അവരെക്കുറിച്ചും ഓക്കെ, അവർക്ക് വേണ്ടപ്പെട്ട, അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു സംസാരത്തിൽ ഇപ്പോൾ ചിലപ്പോൾ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ചില കാര്യങ്ങൾ അവരെ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. ഓക്കെ, കാരണം അവർ ആ ഒരു കുറച്ചൊരു ഗാർഡഡ് എനർജി അവരിലുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ അവർ വളരെ പ്രൊട്ടക്റ്റീവാണ്. അവർക്ക് അത്രയും വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഇന്നർ സർക്കിളിലേക്ക് ഒരാളെ അവർ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അവരവിടെ വളരെ ഫ്രീ ആണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ അല്ലാത്തപ്പോൾ അവരെ ഒരു ഗാർഡഡ് എനർജി അവരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അവർ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ അവരിലൊരു മിസ്റ്റീരിയസ് എനർജി നിങ്ങൾക്ക് കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു ഇൻട്രാക്ഷനിലൊക്കെ അവർ നിങ്ങളുടെ ഇന്നർ സോളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിപ്പോവും. അപ്പോൾ മാത്രമല്ല വളരെ ഒരു കാം കമ്പോസ്ഡ് എനർജിയാണ് അവർക്കായിരിക്കുക.
എന്നാൽ അതേസമയം വളരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഓറ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവരെന്തോ ഹൈഡ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവും. അതായത് ദർ ഇസ് സംതിങ് മോർ, ഈ നിങ്ങൾ കാണുന്നതല്ല അതിലപ്പുറം ആണ് ഈ വ്യക്തി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അവരുടെ ഇൻറ്റ്യൂട്ടീവ്സ് ആയിട്ടൊന്നും അവരങ്ങനെ എക്സ്പോസ് ചെയ്യില്ല. അവർ സൈക്കിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഹൈലി സ്ട്രോങ് സൈക്കിക് ആയിട്ട് എനർജീസ് ഉണ്ടാവും, എബിലിറ്റീസ് ഉണ്ടാവും, ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗിഫ്റ്റ് ഉണ്ടാവും, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഉള്ള ഒരാൾ തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ അവരത് എക്സ്പോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു സമാധാനത്തോടെ, ഓക്കെ, ധൃതി വെച്ചിട്ടുള്ള സംസാരങ്ങളോ അങ്ങനെയൊന്നുമില്ല. വളരെ പേഷ്യൻ്റായിട്ട് പറയുന്നത് കേൾക്കുന്നു, അതിനനുസരിച്ച് കൃത്യമായ ഉത്തരം നൽകുന്നു, അങ്ങനത്തെ ഒരു എനർജിയാണ് അവർക്ക്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി എന്നത് ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കും. അവരിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അവരുടെ ആ ഒരു അപ്പിയറൻസ്, അവരെന്ന വ്യക്തിയിൽ അത് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരു ഇൻസെക്യൂരിറ്റീസ് ഒന്നും അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് നിങ്ങൾക്കും, അവരിൽ നിന്ന് ആ കോൺഫിഡൻസ് റേഡിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെങ്ങനെയാണോ അവരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഒതൻറ്റിക് സെൽഫിലാണ് അവരായിരിക്കുക. അപ്പോൾ ആ ഒതൻറ്റിക് സെൽഫിൻ്റെ പെർഫെക്ഷനും ഇംപെർഫെക്ഷനും എല്ലാം ഒരുപോലെ അംഗീകരിച്ച് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവിടെ അവർക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ അത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, മറ്റുള്ളവരെ ചിന്തിക്കുന്നുള്ളത് ബാധിക്കുന്ന ഒരു കാര്യമല്ല, ഒരു പീപ്പിൾ പ്ലേസർ ആയിരിക്കില്ല. എന്നാൽ അവരെങ്ങനെയാണോ അതിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ആ കോൺഫിഡൻസ് അവരുടെ ഓരോ വർത്തമാനത്തിലും അവരുടെ പെരുമാറ്റത്തിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അങ്ങനത്തെ ഒരാളായിരിക്കും. ഒരു തരത്തിൽ അവർ ഒരാളെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കില്ല, പക്ഷെ എല്ലാവരും ഈസിലി ഇംപ്രസ്ഡ് ആയി പോകും അവരുടെ ഒരു ബിഹേവിയറിൽ. ഓക്കെ, ഒരു കീപ്പർ എനർജിയാണ് എനിക്ക് അവരിൽ കിട്ടുന്നത്. നമുക്ക് ലവേഴ്സ് പ്ലസ് എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം പാർട്ട്ണർ എനർജി, ഇവരൊരു പാർട്ട്ണർ എന്ന നിലയിൽ ഒരു എന്താ പറയണ്ട, നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, അങ്ങനത്തെ ഒരു തോന്നിക്കുണ്ടാവും. ഇങ്ങനത്തെ ഒരാളെയാണ് പാർട്ട്ണറായി വേണ്ടത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ വ്യൂസ്, അവരുടെ ഒരു രീതി, പിന്നെ അവരുടെ പെരുമാറ്റത്തിന്റെ രീതി ഒക്കെ ആയിക്കോട്ടെ, വളരെ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാവരും പെട്ടെന്ന് ഇംപ്രസ്ഡ് ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതിനുവേണ്ടി അവർ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കുന്നില്ല, അവരായിട്ട് തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അവരിൽ ഈ പറഞ്ഞ പോലെ ഫെമിനിൻ എനർജി ആണ് മുന്നിൽ നിൽക്കുക. അത് മെയിൽ ഫീമെയിൽ ആണെങ്കിലും ഫെമിനിൻ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അവരുടെ ആ ഒരു കെയറിങ്, അവരുടെ ആ ഒരു കമ്പാഷൻ, ഓക്കെ, നിങ്ങളോട് ബിഹേവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഇന്ററാക്ട് ചെയ്യുന്നൊരു രീതി, അതിലൊരു മാന്യത, ഒരു മര്യാദ, അതൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അവരുടെ ആ ഒരു മാനേഴ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കാണാനും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, വളരെ ഹാൻസം ആയിരിക്കും അവരെ കാണാൻ. ആ ഒരു എന്താ പറയുക, ഒരു ഇന്നർ ഗ്ലോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരിൽ കാണാൻ പറ്റും. ഓക്കെ, ഇൻസൈഡ് ഓഫ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ആയിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ വളരെ ഒരു പീസ്ഫുൾ എനർജി, വളരെ പീസ്ഫുൾ എനർജി. ഇപ്പോൾ ഏത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും അവരെ എഫക്റ്റ് ചെയ്യുകയില്ല. കെയർലെസ് എന്നല്ല, ഓക്കെ, ഒരേ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കൃത്യമായി ബോധ്യമുള്ള ആൾ തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഏതിലും ഇങ്ങനെ കിടന്ന് ടെൻസ്ഡ് ആകുന്ന, അല്ലെങ്കിൽ എപ്പോഴും അലേർട്ടായിരിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. അവർ വളരെ പീസ്ഫുൾ ആണ്. അപ്പോൾ അവർ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും വളരെ ഒരു പീസ്ഫുൾനെസ് നിങ്ങൾ അനുഭവിക്കും, വളരെ ഒരു സമാധാനം. അത് അവരുടെ എനർജിയാണ്, ആ എനർജി റേഡിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും ആ ഒരു ഹീലിംഗ് എനർജി, ഒരു വളരെയധികം ഒരു പീസ്ഫുൾനെസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അവരുടെ പ്രസൻസ് കൊണ്ട് മാത്രം. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ എന്താ പറയുക, ഈ ഒരു അവരിപ്പോൾ അവരുടെ സ്റ്റേറ്റ്, അവരുടെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിരിക്കുന്നത് അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും, അവരുടെ ലൈഫിലും അവരുടെ ഫെയർ ഷെയർ ഓഫ് സ്ട്രഗിൾസ്, ഓക്കെ, അതിലൂടെ അവർ കടന്നുപോയിട്ട് അവരുടേതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികളിലൂടെ ഒക്കെ അവരും കടന്നു പോന്നിട്ടുണ്ട്. പക്ഷെ അവരതിൽ നിന്നൊക്കെ കടന്നു അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇന്ററാക്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ട് ഒരു പാസ്റ്റ് ഉണ്ട്, അവര് എന്താ റിലീസ് ചെയ്തൊരു പാസ്റ്റ് ഉണ്ട്.
അതിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ അവർ പഠിച്ച പാഠങ്ങളെയാണ് അവർ ഇന്നത്തെ അവരുടെ വേർഷനിലേക്ക് അവരാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. പിന്നെ ലൈഫിൽ വരുന്ന പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനും ലൈഫിൽ നിന്ന് പോകുന്ന കാര്യങ്ങളെ അതിനെ എന്താ പറയുക, അതിനോട് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ റിലീസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഓക്കെ, ചേഞ്ചസ് അത് മാറ്റങ്ങളാണല്ലോ. ഓരോ പുതിയ തുടക്കവും ഓരോരുന്ന് അവസാനിക്കുന്നത് മാറ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ അതങ്ങനെ എംബ്രേസ് ചെയ്യാൻ അവർക്ക് പറ്റും. എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് പോകുമ്പോൾ അതിന്റെ മുകളിലൊരു കാരണമുണ്ട്. ആ ഒരു പ്രപഞ്ച ശക്തി, അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാറ്റുന്നതിൽ ഒരു കാരണമുണ്ട്. അത് അവർക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റിയാണ് അവർക്കുള്ളത്. ഓക്കെ, മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടെ വിട്ടുകളയാൻ അവർക്ക് പറ്റും. ഓക്കെ, അവർക്ക് വിഷമം ഉണ്ടാകുമെങ്കിലും ആ വിഷമത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അതിനെ ഹോൾഡ് ഓൺ ചെയ്യാൻ, അതിലിങ്ങനെ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കില്ല. കാരണം അവരുടെ ലൈഫിൽ നിന്ന് അത് പോകുന്നതിനൊരു കാരണമുണ്ട്. അത് അവർക്ക് ഇപ്പം അറിയുന്നില്ലെങ്കിലും അവർക്കത് എന്താണ് ആ കാരണം എന്നുള്ളത് വൈകാതെ മനസ്സിലാവും എന്നുള്ളതും അവർക്കറിയാം. ഓക്കെ, അത് അവരുടെ നല്ലതിനാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതും അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എത്ര ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിനെ അവർക്ക് ഉപേക്ഷിക്കാനും അത് ലൈഫിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു എൻഡിങ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ അവർക്ക് പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് പുതിയ തുടക്കങ്ങൾ, പുതിയ എനർജി ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു പുതിയ എനർജിയും ഇതുപോലെ തന്നെ വരുന്നത്, ജീവിതത്തിലേക്ക് വരുന്നത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ പുതിയ എനർജീസിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും അവർക്ക് പറ്റും. ഹൈലി സ്പിരിച്വൽ ആണ്. ഓക്കെ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ റിലീജിയസ് എന്നല്ല ഉദ്ദേശിക്കണേ, ഹൈലി സ്പിരിച്വൽ, യൂണിവേഴ്സായിട്ട് അത്രയും അലൈൻഡ് ആണ്, കണക്റ്റഡ് ആണ്. ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന്റെ കാരണം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. ആ യൂണിവേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു അവർ ഹൈലി ഗിഫ്റ്റഡ് ആണ്. ആ ഒരു ഗിഫ്റ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഒരു മിസ്റ്റീരിയസ് എനർജി എന്ന് പറയുന്നത്. പിന്നെ അവർ ഏതൊരു എനർജിയാണോ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു എനർജിയാണ് അവർ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നത്, ആ എനർജിയിലാണ് അവരായിരിക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു ബോധ്യമുണ്ട്. അഗൈൻ, എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയാണ്, നമ്മൾ എന്താണോ പ്രൊജക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഏത് എനർജിയിലാണോ അവരായിരിക്കുന്നത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുമ്പോൾ, ഒരു ഹെൽത്തി ബൗണ്ടറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലായിരിക്കുമ്പോൾ അത് തന്നെയാണ് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതോറും ഉണ്ടാകുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുക എന്ന് അവർക്കറിയാം. പിന്നെ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിൽ അവർക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. അതിന് താഴെ ഇൻഫീരിയർ ആയിട്ട് ആരെങ്കിലും അവരോട് പെരുമാറിയാൽ അതൊന്നും അവരൊരിക്കലും എന്റർടൈൻ ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, ഒരു ബയർ മിനിമത്തിൽ നിന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനോ ശ്രമിച്ചാൽ അവരത് ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല എന്ന് മാത്രമല്ല ആ വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് ബൗണ്ടറിയും അവർ കീപ്പ് ചെയ്യും. അപ്പൊ അവരെന്തർഹിക്കുന്നു, ജീവിതത്തിൽ എന്തൊക്കെ അവർ ഡിസേർവ് ചെയ്യുന്നു, എന്ത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നതിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യില്ല, അവരിനെ ആരെങ്കിലും ഇപ്പൊ ഇൻസൾട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കളിയാക്കുമ്പോഴോ സാരല്ല, എന്താ ഇഷ്യൂ ആക്കണ്ട എന്നൊന്നും വിചാരിച്ച് മിണ്ടാതിക്കില്ല. അവർ ആ സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ശ്രമിക്കും, ഡിറ്റാച്ച്ഡ് ആയിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കും. കാരണം അത് അവർ അർഹിക്കുന്നില്ല എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വഴക്കുണ്ടാക്കും, ഒരു സീൻ ഉണ്ടാക്കും ഒന്നുമല്ല, ഞാൻ പറയില്ല. അവർ മനസ്സമാധാനത്തോടെയാണ് എല്ലാം ഡീൽ ചെയ്യുക. പക്ഷേ അത് കൃത്യമായിട്ട് അവർക്ക് ഗാർഡ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയായിട്ടൊരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്ത് അവരെ ഡിസ്റ്റൻസിൽ നിർത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും അവർ എന്റർടൈൻ ചെയ്യില്ല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അവര് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക, ആരങ്ങനെ ചെയ്യില്ല എന്നുള്ളതൊക്കെ അവർക്ക് ആ ഫസ്റ്റ് ഇനീഷ്യൽ ഇന്ററാക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരുടെ എനർജി കൃത്യമായി വായിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് അവരോടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇമോഷണലി അവർ അവൈലബിൾ ആണ് കേട്ടോ, വളരെ അവൈലബിൾ ആണ്. സ്ട്രോങ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻറ്റ്യൂറ്റീവ്. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലും അവരോട് കള്ളം പറയാതിരിക്കുക. അവരോട് കള്ളം പറഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും നിങ്ങൾ കള്ളം പറയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അത്രയും ഇൻറ്റ്യൂറ്റീവാണ്, അത്രയും ഗിഫ്റ്റഡ് ആണ് ഈ വ്യക്തി. ഏതോ ഒരു ഗിഫ്റ്റ്, ഒരു സൈക്കിക് ഗിഫ്റ്റ് അവരിൽ വളരെ വളരെ സ്ട്രോങ് ആണ്.
അപ്പോൾ ചിലപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് ഓൾറെഡി ഒരു ഗ്ലിംസ് കിട്ടുക. ഓക്കെ, അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ, അതായത് നടക്കാൻ പോവുകയാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന മുമ്പ് നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ ഏതാണ് അവരുടെ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചിലപ്പോൾ അവർക്ക് വിഷൻ ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ അവർ കേൾക്കുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുകയും ചെയ്യുക. അങ്ങനെ അവർക്കൊരു ഡെഫിനറ്റ്ലി അവർ പ്രിപ്പയർഡ് ആയിരിക്കും എന്ന് കേൾക്കുന്നു. ഓക്കെ, നിങ്ങളെ മീറ്റ് ചെയ്യാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം നിങ്ങളെ മീറ്റ് ചെയ്യുന്നുള്ളത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് യൂണിവേഴ്സ് അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരതിന് റെഡി ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അവർ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിൽ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ വൾണറബിൾ ആകാൻ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അതിന് മടിയുള്ള ഒരാളല്ല. അപ്പോൾ സന്തോഷം വന്നാൽ ആ സന്തോഷം കാണിക്കാൻ അവർക്ക് ഓക്കെയാണ്. ഇനി അതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ മൊമെന്റ് അത്രയും ഒരു എന്താ പറയുക, ഹാപ്പി ടീയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം കൊണ്ട് സങ്കടം വരുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സങ്കടം അതിപ്പോൾ ഒരു മെയിൽ ആണെന്ന് വിചാരിക്കും, അയ്യോ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒന്നും ചിന്ത ഉള്ള ആളല്ല. ആ ഒരു മൊമെന്റിലായിരിക്കുക, ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനും ആ വരുന്ന ഇമോഷൻസിനെ എംബ്രേസ് ചെയ്യാനും അവർക്ക് പറ്റും. അവരത് എന്താ പറയുക, അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ, അങ്ങനെയൊന്നുമില്ല. അവർ ആ ഒരു മൊമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ആ ഒരു നല്ല നല്ല ഇമോഷൻസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ബിഹേവ് ചെയ്യുക. ഡെഫിനറ്റ്ലി മൈൻഡ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഹാപ്പി ആണെന്ന് വെച്ചാൽ ഇങ്ങനെ അട്ടഹസിച്ചിരിക്കും എന്നല്ല, പക്ഷെ അവർ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു ഡീസൻസി, ഒരു ലെവൽ ഓഫ് ഡീസൻസി ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഏത് കാര്യത്തിലും ഉണ്ട്. അത് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവില്ല. ഇപ്പോൾ സന്തോഷം വന്നിട്ട് കരയാന്ന് പറയുമ്പോഴും അലമുറയിട്ട് കരയാന്നല്ല ഉദ്ദേശിക്കണേ. ആ ഒരു സങ്കടം വന്നത് കരച്ചിൽ പറ്റുന്നു, ശരി, അത് അയ്യോ ഞാൻ കരയില്ല എന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചു വെക്കാനൊന്നും നിൽക്കില്ല. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, അത് സന്തോഷം കൊണ്ടാണ് എന്ന് മനസ്സിലാവും. അവരും അത് വളരെ ഗ്രേസ്ഫുള്ളിയാണ് അത് കാണിക്കുക. ഏതൊരു ഇമോഷനും വളരെ ഗ്രേസ്ഫുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, അവർക്ക് അവരുടേതായ ഒരു ക്ലാസ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് അവരെ കൊണ്ട് നടക്കുന്ന രീതി ആയിക്കോട്ടെ, അവർ പെരുമാറുന്ന രീതി ആയിക്കോട്ടെ, അവർ ഓരോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിലായിക്കോട്ടെ, അത് നിങ്ങൾ കൃത്യമായിട്ടത് നോട്ട് ചെയ്യും. പിന്നെ എത്ര അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവർക്കൊട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് കൃത്യമായിട്ട് ഐഡിയ ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അനുകൂലമല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഓക്കെ, ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഏതൊരു സന്ദർഭത്തിനെയും കുറിച്ചിട്ട്, അപ്പോൾ ഏതൊരു സന്ദർഭത്തിൽ അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത കാര്യങ്ങളാവും സംഭവിക്കുക. അതിന് ചിലപ്പോൾ അവർ പ്രിപ്പയർഡും ആയിരിക്കില്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ആ നടക്കുന്ന കാര്യത്തിന് അവർ അംഗീകരിക്കും. ഓക്കെ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിലൂടെ എങ്ങനെ മുന്നോട്ട് പോകണം, അതിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ളതും അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വന്നാൽ തളർന്നു പോകുന്ന ഒരാളൊന്നുമല്ല, പിന്നെ സ്ട്രെസ്ഡ് ആയിട്ട് ചുറ്റുമുള്ളവരിലേക്ക് ആ സ്ട്രെസ് കൊടുക്കുന്ന ആളുമല്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ ഏജിനനുസരിച്ചൊരു പ്രായം അവർക്ക് തോന്നില്ല. ഓക്കെ, ആ ഒരു യങ്ങർ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ വളരെ ഒരു ചെറുപ്പം ആണ്, ആ ഒരു മെച്ചോർഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു യൂത്ത് അവർ ഉള്ളിൽ ഉണ്ട്, അതെപ്പോഴും ഉണ്ട്. ഏജിനനുസരിച്ച് ഇങ്ങനെ ലൈഫ് ഒരു ഏജ് കഴിഞ്ഞാൽ ലൈഫിൽ എപ്പോഴും സീരിയസ് ആയിരിക്കണം അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ലൈഫ് എൻജോയ് ചെയ്യണമെന്നും ആ ഒരു യൂത്ത് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു അവരൊരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അവർക്ക് ഉള്ള ഏജിൻ്റെ അത്ര അവർ കാണുമ്പോൾ തോന്നില്ല. ഓക്കെ, എപ്പോഴും ഒരു യങ്ങർ എനർജി ആയിട്ടാണ് തോന്നുക. പിന്നെ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഈ പറഞ്ഞ പോലെ അവർ വളരെ ഒരു ഹെൽത്തി, ഹൈലി സ്റ്റാമിനയൊക്കെയുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അതും കാണുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അത് അവരെ ഒരിക്കലും ഓക്കെ എനിക്ക് ഇത്ര വയസ്സായി പിന്നെ ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനത്തെ ഒരു ആളല്ല. അവർക്ക് എപ്പോഴും ഞാൻ ചെറുപ്പമാണ് എന്നാണ് അവരുടെ ഉള്ളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറുപ്പമാണ്. ഓക്കെ, അപ്പം അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഫീൽ ചെയ്യണം, ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കണോ അതോ വയസ്സായവരെ പോലെ പെരുമാറണം, അത് അവരാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഇത്ര വയസ്സായതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ സീരിയസ് ആയി സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറണം, എനിക്ക് എത്ര വയസ്സല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ടീനേജ് ആകുമ്പോൾ എനിക്ക് അത്യാവശ്യം അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ അവരുടെ. അതായത് ഓക്കെ ഞാൻ ടീനേജിലാണ് അപ്പോൾ എനിക്ക് തോന്നിയ പോലെ കാണിക്കാം, അങ്ങനെയൊന്നുമല്ല. അവരുടെ ലൈഫിൽ ഏതൊരു സ്റ്റേജിലും
അവരെങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരെ എക്സ്പ്രസ് ചെയ്യേണ്ടത് അവരെ തന്നെ എന്നുള്ളതിനെ സംബന്ധിച്ച് അവരാണ് തീരുമാനിക്കുക. ഓക്കെ, എല്ലാവരും പറയുന്നത് ഇത്ര വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളെ അല്ല. അവരാണ് തീരുമാനിക്കണത് അവർക്ക് എന്താ പറയുക, അവര് ചെറുപ്പമായി തന്നെ ഇരിക്കണോ അതോ വയസ്സായിട്ടിരിക്കണോ, വയസ്സായവരെ പോലെ പെരുമാറണോ ചെറുപ്പക്കാരെ പോലെ പെരുമാറണോ എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അതിപ്പോൾ ചിലപ്പോൾ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കാം, ഒരു പരിചയമില്ലാത്ത ആളിൽ നിന്ന് കിട്ടുന്ന ഒരു കോംപ്ലിമെന്റ് ആയിരിക്കാം, അതുപോലും അവർ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് പറഞ്ഞല്ലോ, ഓൾറെഡി യൂണിവേഴ്സായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അവരുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ യൂണിവേഴ്സിന്റെ ഒരു കൈ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, അവർക്ക് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളിലും അവരത് അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഭാവിയെക്കുറിച്ച് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമാണ് അവർക്കുള്ളത്. ഓക്കെ, ഭാവി എങ്ങനെയായിരിക്കും, ഇന്ന രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ശുഭാപ്തി വിശ്വാസമാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുക. പിന്നെ എൻ്റെ വേർഷൻ മാത്രമാണ് ശരി, അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല, വളരെ കോപ്പറേറ്റീവാണ്. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, പക്ഷെ ആ കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്നുള്ള ഷാഠ്യമൊന്നും പിടിവാശിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർ മറ്റുള്ളവരുടെ വ്യൂസും കൂടെ കേൾക്കാനും അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള പല കാഴ്ചപ്പാടുകളും മനസ്സിലാക്കിയെടുക്കാനും ഈഗോ ഇല്ലാത്തൊരു പെരുമാറ്റം, അതാണത്. ഓക്കെ, മനസ്സിലാക്കിയെടുത്തിട്ട് അതിലൊരു കൺക്ലൂഷൻ, അതിലെന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ഡിസിഷൻ, അല്ലെങ്കിൽ എന്ത് കൺക്ലൂഷനിലാണ് എത്തിച്ചേണ്ടത് ആ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. അല്ലാണ്ട് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ഞാൻ തീരുമാനം എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിലാണ് ഞാൻ ഒരു കൺക്ലൂഷനിൽ വരുന്നത്, അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 പേര് ഇൻവോൾവ് ആണെങ്കിൽ ഓരോരുത്തരുടെ സൈഡ് ഓഫ് സ്റ്റോറി കേൾക്കും, എന്നിട്ടാണ് ഓക്കെ അപ്പോൾ അത് ഇന്നതാണ് കാരണം, ഇങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പെശക് പറ്റിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പിടിച്ച മുയലിന് 10,000 കൊമ്പ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ, അതേ അല്ല. ഇത് വളരെ ശരി, എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, പക്ഷെ അതാണ് ശരിയെന്ന് ഞാൻ പറയില്ല, അങ്ങനത്തെ ഒരാളാണ്. ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്, എല്ലാവർക്കും അതേ പെർസ്പെക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കേട്ടറിയാം, അതൊരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ഉണ്ട് അല്ലേ. അത് വയസ്സിൻ്റെ ബേസിലല്ല മെച്യൂരിറ്റി, അത് ചിലർക്ക് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ. പിന്നെ ജീവിതത്തിൽ യൂണിവേഴ്സ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലതായിക്കോട്ടെ, ചില പുതിയ തുടക്കങ്ങളായിരിക്കാം, ചില അവസാനങ്ങളായിരിക്കാം, അതിന് ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം ഉണ്ട്, അത് നടക്കുന്നതിനൊരു കാരണമുണ്ട്, അത് നടക്കേണ്ട സമയത്താണ് നടക്കുന്നത് എന്നൊരു ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കട്ടെ, ആ സമയത്ത് നടക്കട്ടെ. ഓക്കെ, അത് നടക്കണം, അത് നടക്കേണ്ടത് അത്യാവശ്യമാണ്, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന, അതിന് ആ ഡിവൈൻ ടൈമിങ്ങിനെയും ഡിവൈൻ പ്ലാനിനെയും അന്ധമായി വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. പിന്നെ അസാധ്യ കോൺഫിഡൻസ് ആണ്. എന്തൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിൽ ഞാൻ വിജയിക്കും എന്ന് അവർക്ക് ആദ്യമേ ഉറപ്പാണ്. എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര എന്താ പറയുക പ്രശ്നങ്ങളോ എന്താ പറയണ്ടേ, എത്ര ചിലപ്പോൾ നമുക്ക് ചുറ്റുള്ളവർക്കൊന്നും ഇത് കിട്ടാനേ പോണില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അവരെന്തായാലും നേടും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അത് അത്രയും ആ ഉറപ്പിനെ ഒരു തരത്തിലും ഒന്നിനും ആ ഒരു ഉറപ്പിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അവർക്ക് അത്രയും വിശ്വാസമാണ് അവരുടെ കഴിവുകളിൽ. ഓക്കെ, അപ്പോൾ അവരെന്തിനേലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് നേടിയെടുക്കാൻ പറ്റും, അതവർക്ക് അർഹതയുള്ളതാണ് എന്ന ബോധ്യം ഉള്ള ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിനെ വരുന്ന പോലെ സ്വീകരിക്കുക. ഓക്കെ, ജീവിതത്തിന് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും, പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും, പുതിയ വ്യക്തികൾ വരും, ചില ബന്ധങ്ങൾ അവസാനിക്കും, ചില സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ട് വരും. അതിൻ്റെ ജീവിതം എങ്ങനെ വരുന്നോ ആ വരുന്ന ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളായിക്കോട്ടെ, മാറ്റങ്ങൾ, അവർക്ക് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങൾ, പാഠങ്ങൾ, അതിനൊക്കെ വളരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും ഒരു ഈഗോയോ കൺട്രോളിങ് ടെൻഡൻസിയോ ഇല്ല അവർക്ക്. ഒരു കാര്യവും നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കില്ല, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൻ്റെമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം അവർക്കറിയാം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങളിൽ അവരൊരു എന്താ പറയണ്ടേ ഡിലേ കൊണ്ടുവരികയാണ് എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവർ ആ ഒരു യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സം വരുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവരത്രയും
കണക്റ്റഡ് ആണ് യൂണിവേഴ്സുമായിട്ട്. സ്പിരിച്വലി വളരെ അവോയ്ക്കൻഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ വളരെ അവോയ്ക്കൻഡ് ആണ്. അവര് ലോകം കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ലോകം കാണുന്ന പോലെയല്ല. അവരുടെ കണ്ണിലൂടെ അവരൊരുപാട് മാജിക്, ഒരുപാട് മിറാക്കിൾ ഒക്കെ കാണുന്ന ഒരാളാണ്. ഓക്കെ, കാരണം അവരത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവർ കോൺസ്റ്റന്റ്ലി യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ആ ഒരു പ്രസൻസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ആ ഡിവൈൻ ഇന്റർവെൻഷൻ ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം നടക്കുമ്പോൾ ചില സമയത്ത് അവരിങ്ങനെ ചില സന്ദർഭം നടക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആകുകയോ ഷോക്ക് ആകുകയോ ചെയ്യുന്ന ഒരു സന്ദർഭമായിരിക്കും. അവർ വളരെ പീസ്ഫുൾ ഇരിക്കുന്നത് കാണാം. കാരണം അവർക്ക് ഓൾറെഡി അറിയാം അത് നടക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ മുന്നേ കൂട്ടി അറിയാനുള്ള കഴിവൊക്കെ ഉണ്ടിരിക്കുക. അത് അവർ പറയണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ അത് എനിക്കിങ്ങനെ കാണാനൊക്കെ പറ്റും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വിഷ്വൽസ് കിട്ടും, അങ്ങനെ എല്ലാവരോടും പറയുന്ന ഒരാളല്ല. പിന്നെ നിങ്ങളെന്ന് പറയുമ്പോൾ അവരെ പാർട്ട്ണറായിട്ട് വരുന്ന ഒരാളാണ്. അത്രയും അടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ലൈഫിലേക്ക് എത്തുമ്പോൾ ഒരുമിച്ചൊരു ജീവിതമൊക്കെ തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നിങ്ങളോട് ഓപ്പൺ അപ്പ് ചെയ്യും. അവർക്ക് ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് അതങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയും. അവർ എത്രത്തോളം ഈ സ്പിരിച്വൽ അവോയ്ക്കൻഡ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പോഴാണ് അറിയാനായിട്ട് സാധിക്കാം. ഓക്കെ, അവർ പറഞ്ഞ പോലെ അട്രാക്റ്റീവ് ആണ്. നമ്മൾ പറയുമല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഇൻസൈഡ് ഔട്ട് ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണറാണ് അവർ. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അവരുടെ ഒരു രീതി, പെരുമാറുന്ന രീതി, മറ്റുള്ളവർ പെരുമാറുന്ന രീതി, അവരെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചുള്ള അവരുടെ വ്യൂസ്, ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ വ്യൂസ്, കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇടപഴകുന്ന രീതി ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളോട് ഇടപഴകുന്ന രീതി, ഞാൻ പറഞ്ഞല്ലോ, അവരെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അവരായിട്ട് തന്നെ നിൽക്കുള്ളൂ. പക്ഷെ ചുറ്റുമുള്ളവർ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആകും അവരിൽ. അതാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷൻ. നിങ്ങൾ എന്തായാലും ഫ്ലാറ്റ് ആവും, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും ഇവരിൽ. ചിലപ്പോൾ അവർക്ക് ക്ലിയർ സൈൻ തന്നെ കിട്ടും നിങ്ങൾ അവരുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. കാരണം അവരത്രയും അലൈൻഡ് ആണ്, അവരത്രയും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. യൂണിവേഴ്സ് അത്രയും ക്ലിയർ സൈൻ അവർക്ക് കൊടുക്കും. പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യാനൊന്നും പോകണില്ല, അവരത് നിങ്ങളോട് പറയാനൊന്നും പോകണില്ല. അവരത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുക. അതായത് പൊതുവെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. പക്ഷെ ആരെങ്കിലും ക്ഷമ പരീക്ഷിക്കാൻ ചെല്ലുക, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ പോലെ ഇൻസൾട്ട് ചെയ്യുക, അറിഞ്ഞോട് ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരൊരു ഇൻഫീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിണ്ടാണ്ട് നിന്ന് കൊടുക്കുന്ന ആളുമല്ല. ഓക്കെ, കൃത്യമായിട്ട് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് GL ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യലി പറഞ്ഞ ലെറ്റേഴ്സ് ഏതെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിൽ പറഞ്ഞ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ നമുക്ക് 2 തീയതികൾ കിട്ടിയിട്ടുണ്ട്, 10, 13. ഇതിലേതിലൊന്നും അവരുടെ ജനന തീയതി ആയിരിക്കാം. പിന്നെ സ്പ്രിംഗ് സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് കണക്റ്റഡ് ആണ്. ലിയോ പ്ലേസ്മെന്റ്, അവരുടെ സൺ മൂൺ റൈസിംഗിൽ ലിയോ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവരുടെ ജനന മാസം. ഓക്കെ, പ്രത്യേകിച്ച് ഓഗസ്റ്റ്, കാരണം ലിയോ പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ ലിയോ പ്ലേസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് അവരുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും? ഓക്കെ, clarify the Page of Pentacles. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഏതിലൊരു കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചു തുടങ്ങി അതിൽ ഫുള്ള് അവർ ശ്രദ്ധ അതിൽ തന്നെയായിരിക്കും. അതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഇൻട്രാക്ഷനിലാണെങ്കിൽ പോലും ആ വ്യക്തിയിൽ തന്നെയാണ് അവർ ഫുള്ള് ശ്രദ്ധിക്കുക. നല്ലൊരു ലിസണർ ആയിരിക്കും. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേട്ട് അതിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെ ഇപ്പോൾ അവർ വേറൊരു തരത്തിലൊരു ഡിസ്ട്രാക്റ്റഡ് ആകില്ല. ഓക്കെ, വേറെ ചിന്തകൾ പോലെ അവർ ഫോക്കസ് ചെയ്യില്ല. അവർ ആ ശ്രദ്ധ മൊത്തം ആ ഒരു മൊമെന്റിൽ തന്നെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, റിലയബിൾ ആണ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്യാം, ഏതൊരു കാര്യത്തിന് ഇവരെ ആശ്രയിക്കാം എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത്രയും ഒരു സപ്പോർട്ടീവ് എനർജി അവരിൽ നിങ്ങൾക്ക് കിട്ടും. അവരുടെ ബിഹേവിയർ അങ്ങനെയായിരിക്കും. ഓക്കെ, ആ ഇൻട്രാക്ഷന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവരത്രയും ഒരു ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. പിന്നെ മാത്രമല്ല അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതാണ് എനിക്ക് കാണുന്നത്. അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം, ആ ഒരു ആത്മവിശ്വാസം, അതിനെ അവരെ സഹായിക്കുന്ന ഒരു ആത്മവിശ്വാസം, അത് കാണുമ്പോൾ നിങ്ങൾക്കും എന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണ് അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. Clarify the Ace of Pentacles. പിന്നെ അവരുടെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ആ വ്യക്തിക്ക്. ഓക്കെ, ഒരു എന്താ പറയുക, ഈ ഒരു വ്യക്തിയായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ലൈഫ് ലോങ് ഫ്രണ്ടിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വ്യക്തിയിൽ കാണും എന്നാണ് എനിക്ക് കാണാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇതേവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് വരുന്നത്. ഓക്കെ, അവരായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് പറയാവുന്ന, എല്ലാം കൊണ്ടും ലിറ്ററലി ഫിഗറേറ്റീവ്ലി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് ഇതുവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്. നിങ്ങൾ എത്ര ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ എത്ര ഒരു ആത്മാർത്ഥതയോടെ എത്ര ഓണസ്റ്റ് ആയിട്ട് നിന്നാലും കൂടെയുള്ളവരെ ഒരിക്കലും ചിലപ്പോൾ ഇതുവരെയുള്ള ഫ്രണ്ട്സ് ഒരിക്കലും നിങ്ങളുടെ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതി പോലും എടുക്കുന്നവരായിരിക്കില്ല. അങ്ങനത്തെ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതല്ലാത്തതൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയിലാണ്. അവരെ നിങ്ങളും തമ്മിൽ ആ ഒരു സോൾ ഫാമിലി എനർജി ഉണ്ട്. സോൾ ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു കണക്ഷൻ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. കൂടാതെ അവരാ ഒരു ഫ്രണ്ട്ലിനെസ്, ഓക്കെ, അവരുമായിട്ടുള്ള ആ ഒരു മൊമെന്റ്, അത് ഓരോ നിമിഷം നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു മൊമെന്റിൽ പോലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഓക്വേർഡ്നെസ് നിങ്ങൾ ഫീൽ ചെയ്യില്ല. അവരുടെ കൂടെയുള്ള ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്യായിരിക്കും. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആണ്. നിങ്ങൾ വളരെ എന്താ പറയുക, വേറെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും കോൺഷ്യസ് ആവാതെ ആൻഷ്യസ് ആവാതെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന സമയമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ഇൻട്രാക്ഷൻ, എസ്പെഷ്യലി ആ ഫസ്റ്റ് ഇൻട്രാക്ഷൻ മുതലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അവരുടെ ആ ഒരു നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അവർ കാണിക്കുന്ന റെസ്പെക്ട്, അവരെ നിങ്ങളുടെ ആ ഒരു പ്രസൻസിനെ അക്നോളജ് ചെയ്യുന്ന രീതി, അതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് അവരെക്കുറിച്ചുണ്ടാകുന്ന ഇംപ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ലൈഫ് ലോങ് ഫ്രണ്ട് ആകാൻ ആ ഒരു
നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് ലോങ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്തൊക്കെ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അത് കൃത്യമായി മനസ്സിലാക്കാനും ആ സമയത്ത് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ തരത്തില് ഏതൊക്കെ സങ്കടങ്ങളോടും ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് അവരെ പരിചയപ്പെടുമ്പോഴും അതിപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനൊക്കെ വരുമ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ എന്തിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾ, അതനുസരിച്ചിട്ടാണ് അവരവിടെ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളോട് ആ ഒരു ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ എന്തിലൂടെ കടന്നു പോയെന്നുള്ള അതിൻ്റെ ഇൻറ്റൻസിറ്റി. കാരണം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർ നിങ്ങളവിടെ ജഡ്ജ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യത്തൊന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ആഴവും പരപ്പും ആ ഒരു എത്ര കഠിനമായിരുന്നു ആ സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേർഡ് ബൈ വേർഡ് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവർ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. ഞാൻ പറയല്ലോ റിലയബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏതിനും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് ആയിരിക്കുക. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇന്ററാക്ഷനിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരുമിച്ച് ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴും കൂടെ നിൽക്കുന്ന എന്താ പറയണ്ടേ അതിൽ ആ ഒരു മൊമെന്റിൽ തന്നെ അവർ ഫുള്ളി പ്രസന്റ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരുടെ എന്താ പറയുക ഇപ്പോൾ ചെയ്യണമല്ലോ എന്ന് വെച്ച് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അവരത് ഒരു എന്താ പറയണ്ടേ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഫസ്റ്റിലേ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചില ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഇന്ററാക്ഷൻ കുറച്ച് സമയത്തേക്കായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഹോൾ ഡേ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥയായിരിക്കാം ഈ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോവുക, അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നതോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ അവർ വളരെ കോപ്പറേറ്റീവാണ്. അവർക്ക് ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവൽ എന്താണെന്നും കൂടെ ഒക്കെ കണ്ട് അറിഞ്ഞ് അതനുസരിച്ച് അതിനനുസരിച്ച് അവരെന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അത്രയും കണ്ടറിഞ്ഞ് അവർ പെരുമാറുമ്പോൾ നിങ്ങളും തിരിച്ചങ്ങനെ തന്നെ പെരുമാറണം. പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് പേഴ്സണലി എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അവരുടെ ആ ഒരു ട്രൈറ്റ് ആണ് ആ കാണുന്നത്. പിന്നെ ഏതൊരു സന്ദർഭത്തിനെയും മറ്റാരും കാണാത്തൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ഇവർക്ക് പറ്റും. ഒരു തേർഡ് പേഴ്സൺ, അതായത് കംപ്ലീറ്റ്ലി ഇപ്പോൾ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ അതിൽ തന്നെ ഒരു തേർഡ് പേഴ്സണായി നിന്നുകൊണ്ട് അത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനും അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അപ്പോൾ അതിലൊരു സൊല്യൂഷൻ, ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അങ്ങനെ കണ്ടെത്താൻ അവർക്ക് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് അത്രയും കണ്ട് ശീലമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അതിലങ്ങനെ എന്താ സർപ്രൈസ്ഡ് ആകുന്ന ഒരാളല്ല. അത് ഓക്കെ, എല്ലാവരും എന്നെ പോലെ അല്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതുപോലെ ആയിരിക്കില്ല എല്ലാവരും. വ്യത്യസ്തമായ ആളുകളാണ്, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ആ ഒരു തോട്ട് എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ കണ്ടുപരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു ശീലങ്ങളോ കാര്യങ്ങളോ കണ്ടാലും അവർ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. ഓക്കെ, കാരണം അത് നമുക്കെപ്പോഴാണ് നമ്മൾ സർപ്രൈസ്ഡ് ആവുക വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസിലെങ്കിലും ഓക്കെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുക എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അതല്ലാതെ വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സർപ്രൈസ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഇതെന്ത് എങ്ങനെ ചെയ്യണേ എന്ന് നമ്മുടെ ഉള്ളിൽ പോകുന്നത്. ഓക്കെ, ചിലർ അത് കുറച്ചുകൂടെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകും, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പോയി പറയും. പക്ഷെ നല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ചോദ്യം വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായ രീതിയിലുള്ളവരാണ് എന്ന് എപ്പോഴും ബോധ്യമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അവർ ഇപ്പോൾ പറഞ്ഞ യാത്രകളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പല സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ ഒരു ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാര്യം കാണുമ്പോൾ ഇങ്ങനെ അതിൽ ഒരുപാട് ഫിക്സേറ്റഡ് ആയിട്ട് എന്നാലും എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്
അതിന് ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കുക, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഇതിൽ കമന്റ് പറയാം, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളായിരിക്കില്ല. ഓക്കെ, അത് അവരുടെ രീതി എങ്ങനെയാണ് എന്ന് വളരെ റെസ്പെക്ട്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് അവരവിടെ ഇന്ററാക്ട് അവരുടെ പ്രസൻസ് റിക്വസ്റ്റ് ചെയ്യാത്തടത്തോളം അവരതിൽ പോയി ഇടപെട്ട് അവരെ തിരുത്താൻ അങ്ങനെയൊന്നും ശ്രമിക്കില്ല. ഓക്കെ, അപ്പൊ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അത് ചെയ്ത് ശരിയായില്ല എന്നവർ പറയും. ഓക്കെ, തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അവരിൽ ഇടപെടേണ്ടതാണ്, അവരായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുമായി കണക്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയും അത് ചെയ്ത് ശരിയല്ലായിരുന്നു, അത് അങ്ങനെ ചെയ്യുന്നത് രീതിയില്ല, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടെ എന്ന് വേണമെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യും. അല്ലാതെ അങ്ങോട്ട് കയറി ഇടപെട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നല്ല. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടാൽ അതിനങ്ങനെ ഓക്കെ അത് അവരുടെ രീതി അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാനാണ് അവരെപ്പോഴും ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇമോഷണൽ അവൈലബിലിറ്റി ഉണ്ട് റിലേഷൻഷിപ്പിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അവർക്ക് തോന്നുന്ന അവർക്ക് ഓരോ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് വികാരങ്ങളെ അത് അവരെ ആ സമയ സന്ദർഭം അനുസരിച്ച് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ നല്ലൊരു സുഹൃത്തായി നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ അനുഭവിച്ച പോലെ തന്നെ ഇവരുടെ ലൈഫിലും ഇവർ ആഗ്രഹിച്ചൊരു സുഹൃത്ത് ബന്ധം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവർ നല്ലൊരു സുഹൃത്തായിരിക്കും, പക്ഷെ അത് തിരിച്ചും ആരും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. തിരിച്ച് അവരോട് അവരുടെ ഫ്രണ്ട്സൊന്നും അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടൊന്നും അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു എന്താ പറയാ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവർക്ക് മാറാൻ സാധിക്കുന്നത്. കാരണം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതാണ് അവരെല്ലാവർക്കും കൊടുക്കുന്നത്. ഓക്കെ, കാരണം അവർക്കറിയാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് വെച്ചിട്ട് അവർ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അവരത് അക്നോളജ് ചെയ്യും, അവരതിൽ ഹാപ്പി ആയിരിക്കും, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ സപ്പോർട്ട് വേണം എന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കാരണം ആ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാളാണ്, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് അവർ കയറി വരാൻ അതിലവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. ചിലപ്പോൾ ചില സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ചിലത് ഇപ്പോഴും അവിടെ അൺഹീൽഡായിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവരുടെ ഉള്ളിൽ അങ്ങനെ തെറ്റായ ധാരണയുണ്ട്, അതായത് അവരെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അത് അവരൊരുപാട് ഈ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചപ്പോൾ ഒരുപാട് തഴയലുകൾ അനുഭവിച്ചപ്പോഴൊക്കെ വന്നിട്ടുള്ള ഒരു എന്താ പറയണ്ട വൂണ്ടഡ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവാണ്. അതായത് അവരെ കൊണ്ട് കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതൊരു രീതിയിൽ കൊള്ളില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കഴിവ് പോരാ എന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന പോലത്തെ അനുഭവങ്ങൾ ഉണ്ടായതിന്റെ ബേസിലാണ്. ഓക്കെ, പിന്നെ ഓരോ കാര്യങ്ങൾക്കും നടക്കുന്നതിന് അതിനൊരു പെർഫെക്റ്റ് ടൈം ഉണ്ട്, പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. ആ ഒരു സമയത്ത് നടക്കുമ്പോഴാണ് അത് എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആകുക, എല്ലാവർക്കും ഗുണകരമാകുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യൂ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ഒന്നും ആവില്ല. അവരെ ഭാഗത്തുനിന്ന് അവർ കൃത്യമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അത് ഇത്ര സമയത്തിനോട് നടക്കണം, എന്തുകൊണ്ട് നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും അവർക്കില്ല. കാരണം അവർക്കറിയാം ഒരു കാര്യം നടക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കുമ്പോഴാണ് അത് ഫ്രൂട്ട്ഫുൾ ആവുക, എല്ലാവരും ഗുണകരമാകുക. അപ്പോൾ ആ ഒരു ഡിവൈൻ പ്ലാൻ, ഡിവൈൻ ടൈമിങ്, ഒരു പെർഫെക്റ്റ് പ്ലാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട് എന്ന് അവർ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ഏതൊരു കാര്യത്തിലും. അവർക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അതിലൊരു കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിട്ട് ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ, ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ പോലും അതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റും. ബാക്കി ചുറ്റും എന്ത് നടന്നാലും ഈ കമ്മ്യൂണിക്കേഷനിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് അവർ കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻപുട്ടൊക്കെ കൊടുത്ത് ആ കമ്മ്യൂണിക്കേഷൻ വേണ്ടുന്ന ഒരു മര്യാദയും റെസ്പെക്റ്റ് കൊടുക്കാൻ അവർക്ക് പറ്റും. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകില്ല. അങ്ങനെ അത്രയും ഫോക്കസ് വളരെയധികം ഉള്ള ഒരാളാണ്
നിങ്ങളുടെ ജീവിത പങ്കാളി ആയിരിക്കാം. സ്പിരിച്വൽ ആയിരിക്കുന്നത് കാണുന്നു. ഇൻറ്റ്യൂട്ടീവ് ആണ് അവർ. ഓക്കെ, ഹൈലി സൈക്കിക്, ഒരു സൈക്കിക് ഇൻറ്റ്യൂട്ടീവ് എനർജി അവർക്ക് കാണുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു സൈക്കിക് എബിലിറ്റീസ്, സൈക്കിക് ഗിഫ്റ്റ്സ്, ഇതൊക്കെ ഉണ്ട്, അതിനൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതിന്നും ഇങ്ങനെ എന്താ പറയുക, ശരിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ചിലപ്പോൾ അവരെ ചുറ്റും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരെങ്കിലും സൈക്കിക്കായിട്ടുള്ള ആൾക്കാരൊന്നും കണ്ടുപരിച്ചൊന്നും ഉണ്ടാവില്ല. എന്ന് കരുതി അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെ കളിയാക്കാനോ ജഡ്ജ് ചെയ്യാനൊന്നും അവർ നിൽക്കില്ല. അതിനെക്കുറിച്ച് അറിയാനാണ് അവർ ശ്രമിക്കുക. എപ്പോഴും അറിവുകൾ നേടാൻ ഉള്ള ഒരു മനസ്സാണ് അവർക്ക് ഉണ്ടാവുക. പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ അതൊരു അറിവാണ്, അതൊരു പുതിയ കാര്യമാണ്, പുതിയ അറിവാണ് എന്നുള്ള രീതിയിൽ കണ്ട് അറിവ് നേടാനാണ് അവർക്ക് ടെൻഡൻസി ഉണ്ടാകുക. പിന്നെ അവരൊരുപാട് ചാലഞ്ചസ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്തതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ വളരെയധികം ഒരു ചാലഞ്ചിങ് പീരീഡ് കടന്ന് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. ആ ഒരു ചാലഞ്ചിങ് പീരീഡിൽ നിന്ന് പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു സമയം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വളരെ അലേർട്ടായിരിക്കും അവർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയൊക്കെ അവർ ഇങ്ങനെ ഡിവൈൻ ടൈമിങ്ങിൽ കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചാലും അവരുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ഒരു പ്രിപ്പറേഷൻ മൈൻഡ് ഉണ്ടല്ലോ. എന്തെങ്കിലും ചാലഞ്ച് വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് ഉണ്ടാവുക. ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അത് നിങ്ങൾക്ക് അവരോടുള്ള ഇന്ററാക്ഷനിൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് അപ്പോൾ ഉണ്ടാവാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി നിങ്ങളെ പരിചയപ്പെടുന്നതിനും വേണമെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എങ്ങാനും ഒരു വലിയ ചാലഞ്ച് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ആ ടൈമാണ്. അതിൽ നിന്ന് ഹീൽ ചെയ്ത് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത്. അത് മുഴുവനായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയില്ല, അവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കോഷ്യസ് മൈൻഡ് ആയിരിക്കും. ഒരു എന്താ പറയുക, എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടായാൽ അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, ഭാവിയിലത്തെ കാര്യം പറയുമ്പോൾ ഇപ്പം അതാണ് വിചാരിക്കുന്നത്, പിന്നെ അഥവാ നടന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. കാരണം എന്താ വെച്ചാൽ അവരെത്ര അത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും അവർക്ക് അത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടും അതിൽ നിന്ന് ഫുള്ളി ഹീൽഡ് ആകാത്തത് കൊണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു 1-2 തവണ ആ ഒരു സെന്റൻസ് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്ന് കരുതി പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആളൊന്നുമില്ല. അതൊക്കെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റും. കാരണം അവർ അത്രയും അനുഭവങ്ങളുണ്ട്, ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ആരെങ്കിലും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനും പറ്റുന്ന ഒരാളാണ്. ഓക്കെ, പലപ്പോഴും അതിങ്ങനെ വേർഡ് ബൈ വേർഡ് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് മനസ്സിലാവും എന്തിലൂടെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വേണ്ടുന്ന ഒരു സജഷൻ, അഡ്വൈസ് എന്താണോ അതവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അവർക്കറിയാം ആ സപ്പോർട്ട് എന്ത് സപ്പോർട്ടാണ് ഇപ്പോൾ വേണ്ടതെന്ന് അവർക്കറിയാം. കാരണം അവർ ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് അവർ ആഗ്രഹിച്ച ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരെന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ തന്നെയാണ് ഭൂരിഭാഗവും ഒറ്റയ്ക്ക് തന്നെയാണ് നേരിട്ടിട്ടുള്ളത്, കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു വിസ്ഡം ഉള്ള ഒരാളാണ്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. വിവാഹം കഴിക്കുക, കുടുംബം ഉണ്ടാകുക, ആ കുടുംബത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും ഈ ഒരു വ്യക്തി. അവരുടെ ലോകം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലി തന്നെയായിരിക്കും. പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നല്ല, അവരോട് അത്രയും അറ്റാച്ച്ഡായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ടാവണമെന്നില്ല. ആ ഒരു ക്ലോസ് നിറ്റ് ഫാമിലി ഉണ്ടല്ലോ, അവരെ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടാവുന്നതും വളരെയധികം ആഗ്രഹിക്കുന്ന, അതിനെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു കാഷ്വൽ ഡേറ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ് ഇതൊന്നും അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അവരതിൽ കുറച്ച് ട്രഡീഷണൽ ആണ്. അവർക്ക് ഒരു പാർട്ട്ണറിനെ തന്നെയാണ് അവർ നോക്കുന്നത്. ഓക്കെ, ഓരോ സമയങ്ങളിലും എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അവരുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ഏതൊരു കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തിനാണ് ഉപേക്ഷിക്കേണ്ടത്, എന്തുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന, അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ജീവിതത്തിലെ ഓരോ സമയത്തും എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്,
എന്ന് ബോധ്യമുണ്ടാവും അവർക്ക്. ഓക്കെ, അതനുസരിച്ചാണ് അവർ പെരുമാറുക. അപ്പം ഒരു പോയിന്റിലെത്തുമ്പോൾ പാസ്റ്റിലത്തെ ചില കാര്യങ്ങൾ അത് റിലീസ് ചെയ്തേ പറ്റൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നു. അവരതനുസരിച്ച് റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരത് അപ്പം തന്നെ ഡിറ്റാച്ച്ഡ് ആകാൻ ശ്രമിക്കുന്നു. അവരതിൽ പിന്നൊരു റീതിങ്കിങ്ങോ അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് എന്താ പറയുക, ആ ഒരു പാസ്റ്റിനെ ലൈഫിൽ നിലനിർത്താനോ അവർ ശ്രമിക്കില്ല. കാരണം അവർക്ക് അവിടെ ആ പോയിന്റിൽ കൃത്യമായിട്ട് മനസ്സിലാവാണ് അവരവിടെ റിലീസ് ചെയ്യണം. ഓക്കെ, അത് റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. എന്നിട്ട് അവരുടെ ലൈഫുമായിട്ട് അവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. അത് അവരെടുക്കുന്ന ചോയ്സാണ്. ഒരാളും അവർ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായിട്ട് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് മൊമെന്റിലാണ് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്നാൽ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുമ്പോൾ അവരതിനെ ഉപേക്ഷിക്കാനും തയ്യാറാണ്. ഓക്കെ, അതിലേക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിലേക്ക് ഹോൾഡ് ഓൺ ചെയ്ത് നിന്ന് എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാലതാമസങ്ങൾ വരുത്തുക, പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഓരോ ജീവിതത്തിന്റെ ഓരോ മൊമെന്റിലും എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായി അതനുസരിച്ച് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് റിലീസ് ചെയ്യേണ്ടതിന് റിലീസ് ചെയ്ത് എന്തിലാണ് ഹോൾഡ് ഓൺ ചെയ്യേണ്ടത് അതിനെ ഹോൾഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് കാണുന്നു. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള 2 കാർഡും സൺ ഓഫ് പെന്റക്കിൾസ്, ടെമ്പറൻസ് ആണ്. രണ്ടും സംസാരിക്കുന്നത് പേഷ്യൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനും ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഏതൊരു കാര്യത്തിനും പെർഫെക്റ്റ് ടൈം ഉണ്ട് എന്നുള്ളതും, പിന്നെ ലൈഫിൽ അവരെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അവരെപ്പോഴും ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുക, സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കുക, അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ അതാണ്. ലൈഫിൽ ബാലൻസ് ഉണ്ടാകണം, ലൈഫിൽ ഒരു സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം ഉണ്ടാകണം. അപ്പം അതിന് തടസ്സം നിൽക്കുന്നത് എന്ത് എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതും. ഷോർട്ട് ടേം ഗോൾസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ബാലൻസ് ആൻഡ് ഹാർമണി അവരുടെ ലൈഫിൽ. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അതിലേക്ക് എത്താനായിട്ട് എത്ര എഫേർട്ട് എടുക്കാനും അവർ തയ്യാറാണ്. അവർ എഫേർട്ട് എടുക്കുന്നതിൻ്റെ റിസൾട്ട് വരുന്നതിന് കാത്തിരിക്കാനും അവർ തയ്യാറാണ്. ഓക്കെ, അവർക്കറിയാം എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ ഡിലേ സംഭവിക്കുന്നത് അത് എന്താ പറയണ്ടേ, അവരുടെ നല്ലതിന് തന്നെയാണ്. അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ അവർക്ക് എന്താണ് ആ റീസൺ എന്ന് കൃത്യമായി മനസ്സിലാവണമെന്നൊന്നും ധൃതിയൊന്നുമില്ല അവർക്ക്. കാരണം അവർക്കറിയാം അതിനൊരു പർപ്പസ് ഉണ്ട്, ഒരു കാര്യമുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ നടക്കാൻ അതിൻ്റെതായ പെർഫെക്റ്റ് ടൈം ഉണ്ട് എന്ന് അതൊക്കെ നല്ലോണം അറിയുന്ന ഒരാൾ. ഓക്കെ, അപ്പം അതനുസരിച്ച്, കാരണം അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ളതുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും വേഗം നടക്കണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും പല മൊമെന്റ്സിലും, കഴിഞ്ഞു പോയ സമയങ്ങളിലൊക്കെ. ഓക്കെ, അത് നടക്കാതെ വന്ന് അങ്ങനെയാണ് ആ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആ ക്ഷമ അവരിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ഓരോ കാര്യം നടക്കുന്നതിനും അതിൻ്റെതായ സമയമുണ്ട്, പെർഫെക്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഡിവൈൻ ടൈമിങ്, ഡിവൈൻ പ്ലാൻ എന്നൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. അതിന് മുന്നേ എത്ര വാശി പിടിച്ചാലും ആ കാര്യം നടക്കില്ല. നടക്കാതിരിക്കുന്നത് നമ്മുടെ നല്ലതിന് തന്നെയാണ്. എപ്പോഴാണോ നടക്കുന്നത് അപ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഗുണകരാകുക എന്നുള്ള തിരിച്ചറിവുകളൊക്കെ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ തന്നെയാണ് അവർ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അവരൊരു എന്താ പറയണ്ടേ, അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും തോറും എന്തൊരു ഡിലേ സംഭവിച്ചാലും, ഇപ്പം നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം തുടങ്ങിയതിന് ശേഷം ഇപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു കാലതാമസം ഉണ്ടായാലും ഇനി നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയാലും അവർ ഫ്രസ്ട്രേറ്റഡ് ആവില്ല. അവർ നിങ്ങളോട് പറയാം അതിനൊരു സമയമുണ്ട്, അതുകൊണ്ടാണ്. അത് വിശ്വസിക്കണം, നമ്മളത് വിശ്വസിക്കണം. ആ ഒരു ഡിലേ വരുന്നതിനൊരു കാരണമുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഇതിന് മുന്നേ അവരിതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റിനെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ വളരെയധികം ഒരു ഏതൊരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ശരിയാണ്, അവരുടേതായ ചില ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അവർക്ക് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവർ ഹീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഞാൻ കാണുന്നത് അതാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ, പിന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് കംപ്ലീറ്റ് ഹീലിംഗ് അവരിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുൻപ് അവരൊരു കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു കാര്യമായ ഒരു ചാലഞ്ച് ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അവർ ആ ഒരു ഹീലിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഈ ഫസ്റ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. അപ്പം അതിൻ്റെതായ ചില പൊട്ടുംപൊടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ തന്നെ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട
എന്തൊക്കെ ക്ലൂസ് ആണ് അവർക്ക് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നമുക്ക് ബുധനാഴ്ച കിട്ടിയിട്ടുണ്ട്. ബുധനാഴ്ച ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ജനിച്ച ദിവസമായിരിക്കാം, ആഴ്ചയായിരിക്കാം. ഓക്കെ, ടോറസ് പ്ലേസ്മെൻറ്റ്, അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ടോറസ് സോഡിയാക് സൈൻ പ്ലേസ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട്, സെപ്റ്റംബർ മാസം കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന മാസമാകാൻ സാധ്യതയുണ്ട്. സമ്മർ സീസൺ, മൺസൂൺ സീസൺ, 2 സീസൺസ് കിട്ടിയിട്ടുണ്ട്. സമ്മർ എന്ന് പറയുമ്പോൾ നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് കണക്കാക്കാം. മൺസൂൺ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ, ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു ടൈം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഏകദേശം ആ ടൈം വരെ. അപ്പോൾ ആ ഒരു മാർച്ച് ടു ഏപ്രിൽ, മാർച്ച് ടു സെപ്റ്റംബർ ആ ഒരു റേഞ്ചിലുള്ള മാസങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന മാസമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് 14, 28 കിട്ടിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന തീയതിയാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ അവരുടെ പേരിൽ ഈ പറയുന്ന ആൽഫബറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ E, J, O, A, C, Q, N, G, B. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ആൽഫബറ്റ്സ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, അവരെ കുറിച്ചുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനെ സംബന്ധിച്ച റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക്